കർത്താവിന്റെ നാമത്തിന് സ്തുതി. ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും. ദയവായി ഷെയർ, സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ബൈബിൾ വാക്യങ്ങൾ: ശമൂവേൽ 2 പുസ്തകം 9 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 2 ശമൂവേൽ 9 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൌലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. എന്നാൽ ശൌലിന്റെ ഗൃഹത്തിൽ സീബ എന്നു പേരുള്ള ഒരു ഭൃത്യനുണ്ടായിരുന്നു. അവനെ ദാവീദിന്റെ അടുക്കൽ വിളിച്ചു വരുത്തി. രാജാവ് അവനോട്, നീ സീബയോ എന്ന് ചോദിച്ചു. അടിയൻ എന്നു അവൻ പറഞ്ഞു. ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൌലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന്, 2 കാലും മുടന്തായിട്ട് യോനാഥാന്റെ ഒരു മകൻ ഉണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അവൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന്, ലോദേബാരിൽ അമ്മിയേലിന്റെ മകനായ മാഖീരിന്റെ വീട്ടിലുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് രാജാവ് ആളയച്ചു ലോദേബാരിൽ അമ്മിയേലിന്റെ മകനായ മാഖീരിന്റെ വീട്ടിൽ നിന്നു അവനെ വരുത്തി. ശൌലിന്റെ മകനായ യോനാഥാന്റെ മകൻ മെഫിബോശേത്ത് ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് മെഫിബോശേത്തെ എന്ന് വിളിച്ചതിന് അടിയൻ എന്നു അവൻ പറഞ്ഞു. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു നിന്റെ അപ്പനായ ശൌലിന്റെ നിലം ഒക്കെയും നിനക്ക് മടക്കിത്തരുന്നു. നീയോ നിത്യം എന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊള്ളണം എന്ന് പറഞ്ഞു. അവൻ നമസ്കരിച്ചുകൊണ്ട്, ചത്ത നായെപ്പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ എന്നു പറഞ്ഞു. അപ്പോൾ രാജാവ് ശൌലിന്റെ ഭൃത്യനായ സീബയെ വിളിപ്പിച്ചു അവനോട് കൽപ്പിച്ചത്, ശൌലിനും അവന്റെ സകല ഗൃഹത്തിനുമുള്ളതൊക്കെയും ഞാൻ നിന്റെ യജമാനന്റെ മകന് കൊടുത്തിരിക്കുന്നു. നീയും നിന്റെ പുത്രന്മാരും വേലക്കാരും നിന്റെ യജമാനന്റെ മകന് ഭക്ഷിപ്പാൻ ആഹാരമുണ്ടാകേണ്ടതിന് അവനു വേണ്ടി ആ നിലം കൃഷി ചെയ്തു അനുഭവമെടുക്കണം. നിന്റെ യജമാനന്റെ മകനായ മെഫിബോശേത്ത് നിത്യം എന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊള്ളും. എന്നാൽ സീബയ്ക്ക് 15 പുത്രന്മാരും 20 വേലക്കാരുമുണ്ടായിരുന്നു. രാജാവായ യജമാനൻ അടിയനോട് കൽപ്പിക്കുന്നതൊക്കെയും അടിയൻ ചെയ്യും എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. മെഫിബോശേത്തോ രാജകുമാരന്മാരിൽ ഒരുത്തനെന്ന പോലെ ദാവീദിന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു പോന്നു. മെഫിബോശേത്തിന് ഒരു ചെറിയ മകനുണ്ടായിരുന്നു. അവന് മീഖ എന്നു പേർ. സീബയുടെ വീട്ടിലുള്ളവരൊക്കെയും മെഫിബോശേത്തിന് ഭൃത്യന്മാരായി തീർന്നു. ഇങ്ങനെ മെഫിബോശേത്ത് യെരുശലേമിൽ തന്നെ വസിച്ചു രാജാവിന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു പോന്നു. അവന് കാൽ 2 മുടന്തായിരുന്നു. ശമൂവേൽ 2 പുസ്തകം 10 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 2 ശമൂവേൽ 10 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അതിന്റെ ശേഷം അമ്മോന്യരുടെ രാജാവ് മരിച്ചു. അവന്റെ മകനായ ഹാനൂൻ അവന് പകരം രാജാവായി. അപ്പോൾ ദാവീദ് ഹാനൂന്റെ അപ്പനായ നാഹാശ് എനിക്ക് ദയ ചെയ്തതുപോലെ അവന്റെ മകന് ഞാനും ദയ ചെയ്യുമെന്ന് പറഞ്ഞു അവന്റെ അപ്പനെക്കുറിച്ച് അവനോട് ആശ്വാസവാക്ക് പറവാൻ തന്റെ ഭൃത്യന്മാരെ പറഞ്ഞയച്ചു. ദാവീദിന്റെ ഭൃത്യന്മാർ അമ്മോന്യരുടെ ദേശത്തു എത്തിയപ്പോൾ അമ്മോന്യ പ്രഭുക്കന്മാർ തങ്ങളുടെ യജമാനായ ഹാനൂനോട്, ദാവീദ് നിന്റെ അപ്പനെ ബഹുമാനിച്ചിട്ടാകുന്നു ആശ്വസിപ്പിക്കുന്നവരെ നിന്റെ അടുക്കൽ അയച്ചത് എന്ന് തോന്നുന്നുവോ? പട്ടണത്തെ ശോധന ചെയ്ത് ഒറ്റുനോക്കുവാനും അതിനെ നശിപ്പിച്ചു കളവാനും അല്ലയോ ദാവീദ് ഭൃത്യന്മാരെ നിന്റെ അടുക്കൽ അയച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഹാനൂൻ ദാവീദിന്റെ ഭൃത്യന്മാരെ പിടിച്ചു അവരുടെ താടിയെ പാതി ചിരപ്പിച്ചു, അവരുടെ അങ്കികളെ നടുവിൽ ആസനം വരെ മുറിപ്പിച്ചു അവരെ അയച്ചു. ദാവീദ് രാജാവ് ഇതറിഞ്ഞപ്പോൾ ആ പുരുഷന്മാർ ഏറ്റവും ലജ്ജിച്ചിരുന്നതുകൊണ്ട് അവരുടെ അടുക്കൽ ആളയച്ചു. നിങ്ങളുടെ താടി വളരും വരെ യെരിഹോവിൽ താമസിപ്പീൻ, പിന്നെ മടങ്ങിവരാം എന്ന് പറയിച്ചു. തങ്ങൾ ദാവീദിന് വെറുപ്പുള്ളവരായി തീർന്നുവെന്ന് അമ്മോന്യർ കണ്ടപ്പോൾ അവർ ആളയച്ചു ബേത് രഹോബിലെ അരാമ്യരിൽ നിന്നും സോബിയിലെ അരാമ്യരിൽ നിന്നും 20,000 കാലാളുകളെയും 1000 പേരുമായി മാഖ രാജാവിനെയും തോബിൽ നിന്ന് 12,000 പേരെയും കൂലിക്ക് വരുത്തി. ദാവീദ് അത് കേട്ടപ്പോൾ യോവാബിനെയും ശൂരന്മാരുടെ സകല സൈന്യത്തെയും അയച്ചു. അമ്മോന്യരും പുറപ്പെട്ട് പട്ടണവാതിൽക്കൽ പടയ്ക്കു അണിനിരന്നു. എന്നാൽ സോബായിലെയും രഹോബിലെയും അരാമ്യരും തോബ്യരും മാഖ്യരും തനിച്ച് വെളിംപ്രദേശത്തായിരുന്നു. തന്റെ മുമ്പിലും പിമ്പിലും പട നിരന്നിരിക്കുന്നുവെന്ന് കണ്ടപ്പോൾ
യോവാബ് ഇസ്രയേലിന്റെ സകല വീരന്മാരിൽ നിന്ന് ഒരു കൂട്ടത്തെ തിരഞ്ഞെടുത്തു അരാമ്യരുടെ നേരെ അണിനിരത്തി. ശേഷം പടജനത്തെ അമ്മോന്യരുടെ നേരെ നിർത്തേണ്ടതിന് തന്റെ സഹോദരനായ അബീശായിയെ ഏൽപ്പിച്ചു. അവനോട്, അരാമ്യർ എന്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ നീ എനിക്ക് സഹായം ചെയ്യണം. അമ്മോന്യർ നിന്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ ഞാൻ വന്ന് നിനക്ക് സഹായം ചെയ്യും. ധൈര്യമായിരിക്ക. നാം നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിന്റെ പട്ടണങ്ങൾക്കും വേണ്ടി പുരുഷത്വം കാണിക്കുക. യഹോവയോ തനിക്കിഷ്ടമായത് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ യോവാബും കൂടെയുള്ള ജനവും അരാമ്യരോട് പടയ്ക്കടുത്തു. അവർ അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. അരാമ്യർ ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അമ്മോന്യരും അബീശായിയുടെ മുമ്പിൽ നിന്ന് ഓടി പട്ടണത്തിൽ കടന്നു. യോവാബ് അമ്മോന്യരെ വിട്ടു യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. തങ്ങൾ ഇസ്രയേലിനോട് തോറ്റുപോയെന്ന് അരാമ്യർ കണ്ടിട്ടു അവർ ഒന്നിച്ചുകൂടി. ഹദദേസർ ആളയച്ച് നദിക്ക് അക്കരെയുള്ള അരാമ്യരെ വരുത്തി. അവർ ഹേലാമിലേക്ക് വന്നു. ഹദദേസേരിന്റെ സേനാപതിയായ ശോബക് അവരുടെ നായകനായിരുന്നു. അത് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ അവൻ എല്ലാ ഇസ്രയേല്യരെയും കൂട്ടിവരുത്തി യോർദാൻ കടന്നു ഹേലാമിൽ ചെന്നു. എന്നാറെ അരാമ്യർ ദാവീദിന്റെ നേരെ അണിനിരന്നു പടയേറ്റു. അരാമ്യർ ഇസ്രയേലിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. ദാവീദ് അരാമ്യരിൽ 700 തേരാളികളെയും 40,000 കുതിരപ്പടയാളികളെയും കൊന്നു. അവരുടെ സേനാപതിയായ ശോബക്കിനെയും വെട്ടിക്കൊന്നു. എന്നാൽ ഹദദേസേരിന്റെ ആശ്രിതന്മാരായ സകല രാജാക്കന്മാരും തങ്ങൾ ഇസ്രയേലിനോട് തോറ്റുവെന്ന് കണ്ടിട്ട് ഇസ്രയേലിയരുമായി സന്ധി ചെയ്തു അവരെ സേവിച്ചു. അതിൽ പിന്നെ അമ്മോന്യർക്ക് സഹായം ചെയ്യുവാൻ അരാമ്യർ ഭയപ്പെട്ടു. ബേത് രഹോബിലെ അരാമ്യരിൽ നിന്നും സോബയിലെ അരാമ്യരിൽ നിന്നും 20,000 കാലാളുകളെയും 1000 പേരുമായി മാഖാരാജാവിനെയും തോബിൽ നിന്ന് 12,000 പേരെയും കൂലിക്ക് വരുത്തി. വെളിപ്പാട് 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 12-ാം അധ്യായം. സ്വർഗ്ഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴെ ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രവും കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗ്ഗത്തിൽ മറ്റൊരു അടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീർനിറമുള്ളൊരു മഹാസർപ്പം. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞുകളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ട്. പിന്നെ സ്വർഗ്ഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും. ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും പിന്നെ മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗ്ഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ആകയാൽ സ്വർഗ്ഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പീൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേയുള്ളൂ എന്ന് അറിഞ്ഞു മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞുവെന്ന് മഹാസർപ്പം കണ്ടിട്ടു ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോട് അകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണനിന്നു. മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായ് തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു,
ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യം ഉള്ളവരുമായി അവരുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. 138 സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ച് നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തിനു മീതെയൊക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരളി. എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. യഹോവയെ, ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ വായിൻ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. അതേ, അവർ യഹോവയുടെ വഴികളെക്കുറിച്ച് പാടും. യഹോവയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു. ഗർവിയെയോ അവൻ ദൂരത്തുനിന്ന് അറിയുന്നു. ഞാൻ കസതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും. നിന്റെ വലങ്കെ എന്നെ രക്ഷിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവേ, നിന്റെ ദയ എന്നേക്കുമുള്ളത്. തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുതേ. സ്തുതിക്കുമേ സ്തുതിക്കും ദിനവും സ്തുതിക്കു യോഗ്യനെ ഞാൻ എന്നാളും. സ്തുതിയുടെ മധ്യേ വസിക്കും സർവവല്ലഭനെ എന്നാളും. സ്തുതിയുടെ മധ്യേ വസിക്കും സർവവല്ലഭനെ. കണ്ണുകൾ നിറഞ്ഞു കവിയുന്നേ, എനിക്കൻ മനസ്സുയരുന്നേ. അങ്ങു ഞാൻ എന്നു വന്നെത്തും, അങ്ങു ഞാൻ എന്നു വന്നെത്തും. എൻ പ്രിയ സ്തുതിക്കുമേ സ്തുതിക്കും ദിനവും സ്തുതിക്കു യോഗ്യനെ ഞാൻ എന്നാളും. സ്തുതിയുടെ മധ്യേ വസിക്കും സർവവല്ലഭനെ എന്നാളും. സ്തുതിയുടെ മധ്യേ വസിക്കും സർവവല്ലഭനെ. ഏറുന്ന സ്ഥലം കണ്ടിട്ട് മരുവിലെ വാസം എനിക്ക് സാരമില്ലപ്പാ, എനിക്ക് സാരമില്ലപ്പാ. എൻ പ്രിയ സ്തുതിക്കുമേ സ്തുതിക്കും ദിനവും സ്തുതിക്കു യോഗ്യനെ ഞാൻ എന്നാളും. സ്തുതിയുടെ മധ്യേ വസിക്കും സർവവല്ലഭനെ എന്നാളും. സ്തുതിയുടെ മധ്യേ വസിക്കും സർവവല്ലഭനെ.